വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് KSEB Sub Engineer റെക്കോർഡഡ് ഓൺലൈൻ ക്ലാസ്സിനെ കുറിച്ചിട്ട് പറയാം. ഇവിടെ ഒരു ബാച്ച് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ റെക്കോർഡഡ് ഓൺലൈൻ ക്ലാസ്സുകളാണ് സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് വീഡിയോ ലെക്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ ആ ലെക്ചേഴ്സിൽ സബ്ജക്റ്റ് വൈസ് തിയറി ഉണ്ടായിരിക്കും, അതുപോലെ 2500+ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ചെറിയൊരു ഫീയേ അവിടെ വരുന്നുള്ളൂ. സോ താല്പര്യമുള്ളവർ താഴെ പറഞ്ഞിട്ടുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 9744722434. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന ടോപ്പിക് എറർ അനാലിസിസ് ആൻഡ് DC ബ്രിഡ്ജസ്. ഫസ്റ്റ് വൺ, എറർ അനാലിസിസ്. എന്താണ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഡീവിയേഷൻ ഓഫ് ദ ട്രൂ വാല്യൂ ഫ്രം ദ ഡിസൈഡ് വാല്യൂ. ഇപ്പൊ ഡിസൈഡ് വാല്യൂവും ട്രൂ വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസ്, ഇതാണ് നമുക്ക് എറർ എന്ന് പറയുന്നത്. സോ അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ പറയുന്നതാണ്. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രൂ വാല്യൂ ഓഫ് ദ വേരിയബിൾ ആൻഡ് ദ മെഷർഡ് വാല്യൂ ഈസ് കോൾഡ് അബ്സല്യൂട്ട് എറർ. ഇപ്പോൾ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്, അബ്സല്യൂട്ട് എറർ ഈസ് ഈക്വൽ ടു ട്രൂ വാല്യൂ മൈനസ് മെഷർഡ് വാല്യൂ. ആൻഡ് നമ്മളത് പെർസെൻറ്റേജിലാണ് എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുക. പെർസെൻറ്റേജ് എറർ ഇസ് ഈക്വൽ ടു അബ്സല്യൂട്ട് വാല്യൂ ബൈ ട്രൂ വാല്യൂ ഇൻറ്റു 100. അടുത്തത് ആക്യുറസി. ആക്യുറസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്ട്രുമെന്റ് റീഡിംഗ് ട്രൂ വാല്യൂനോട് എത്രത്തോളം അടുത്തിരിക്കുന്നു, അതിനാണ് നമ്മൾ ആക്യുറസി എന്ന് പറയുന്നത്. ദ ക്ലോസ്നെസ് വിത്ത് വിച്ച് ദ ഇൻസ്ട്രുമെന്റ് റീഡിംഗ് അപ്രോച്ചസ് ദ ട്രൂ വാല്യൂ. ഇനി അടുത്തത് പ്രിസിഷൻ. പ്രിസിഷൻ മീൻസ് 2 or more values of the measurements which are close to each other. നമ്മൾ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ ഒന്നിൽ കൂടുതൽ റീഡിങ്സ് എടുക്കും അല്ലേ? അപ്പൊ അത് നമ്മുടെ ആക്ച്വൽ വാല്യൂന് അടുത്ത് നിൽക്കുന്ന വാല്യൂസ് ആയിരിക്കും നമുക്ക് റിസൾട്ട് കിട്ടാം. അപ്പൊ അങ്ങനെ എടുക്കുന്നതാണ് നമ്മൾ പ്രിസിഷൻ എന്ന് പറയുന്നത്. അതെന്തിനാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എഴുതിയിട്ടുണ്ട്, ദ പ്രിസിഷൻ ഈസ് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് ദ കൺസിസ്റ്റൻസി ഓർ റീപ്രൊഡ്യൂസിബിലിറ്റി ഓഫ് ദ മെഷർമെന്റ്. അടുത്തത് ടൈപ്സ് ഓഫ് എറേഴ്സ്. അതിൽ ഫസ്റ്റ് വൺ, ഗ്രോസ് എറർ. അതായത് ഹ്യൂമൻ മിസ്റ്റേക്സ് കാരണം ഉണ്ടാവുന്ന എററിനെ പറയുന്നതാണ് അത് ഗ്രോസ് എറർ എന്ന് പറയുന്നത്. അപ്പൊ അത് റീഡിങ് എടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന എറേഴ്സ് ആയിരിക്കാം. ഇനി അടുത്തത് സിസ്റ്റമാറ്റിക് എറർ. സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത് ഡിഫക്റ്റീവ് ഓർ വോൺ പാർട്സ് അല്ലെങ്കിൽ ഏജിങ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഇൻസ്ട്രുമെന്റ് റീഡിങ്ങിൽ ഉണ്ടാവുന്ന എറർ ഉണ്ടാവുമല്ലോ, അതിനാണ് നമ്മൾ സിസ്റ്റമാറ്റിക് എറർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ പെട്ടിട്ടുള്ളതാണ് ഫസ്റ്റ് വൺ, ഇൻസ്ട്രുമെന്റൽ എറർ എന്ന് പറയുമ്പോൾ റോങ് കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ കാലിബ്രേറ്റ് ചെയ്യാത്ത ഇൻസ്ട്രുമെന്റോ കാരണം ഉണ്ടാവുന്ന എററിനെ നമ്മൾ പറയുന്നത് വെച്ചാൽ ഇൻസ്ട്രുമെന്റൽ എറർ ആണ്. അതായത് അത് ഇൻസ്ട്രുമെന്റ് കാരണം കൊണ്ട് കാണിക്കുന്ന എററാണ്, ഇൻസ്ട്രുമെന്റിൽ എന്തെങ്കിലും തകരാറ് മൂലം. ദീസ് ടൈപ്സ് ഓഫ് എറർ മേ ഡ്യൂ ടു ഫ്രിക്ഷൻ ഓർ മേ ബി ഡ്യൂ ടു ഹിസ്റ്ററിസിസ്. അപ്പൊ മെയിൻ ആയിട്ട് വരുന്ന എറർ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് മേ ബി ഡ്യൂ ടു ഫ്രിക്ഷൻ ഓർ അല്ലെങ്കിൽ ഹിസ്റ്ററിസിസ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ലോഡിംഗ് എഫക്ട് ആൻഡ് മിസ്യൂസ് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്സ്. ഇനി സിസ്റ്റമാറ്റിക് എററിൽ പെട്ടുള്ള രണ്ടാമത്താണ് എൻവയോൺമെന്റൽ എറർ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻവയോൺമെന്റൽ കണ്ടീഷൻ കാരണം ഉണ്ടാകുന്ന എററാണ്. അപ്പോൾ അത് ചിലപ്പോൾ ടെമ്പറേച്ചർ ആയിരിക്കാം, പ്രഷർ ആയിരിക്കാം, അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി അങ്ങനെയുള്ള കാരണത്താൽ ഉണ്ടാകുന്ന എറർ, അല്ലെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കാം. ഇനി അടുത്തത് ഒബ്സർവേഷണൽ എറർ. തേർഡ് വൺ ആണ് ഒബ്സർവേഷണൽ എറർ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ റോങ് ഒബ്സർവേഷൻ. അതായത് പാരലാക്സ് ഒക്കെ പോലുള്ള എററൊക്കെ ഒബ്സർവേഷണൽ എററിൽ പെട്ടതാണ്. ആൻഡ് തേർഡ് വൺ ഈസ് ദ റാൻഡം എറർ. അത് അൺനോൺ കോസ്, നമുക്കറിയാത്ത കാരണത്താൽ ഉണ്ടാകുന്ന എററിനെ പറഞ്ഞാൽ നമ്മൾ റാൻഡം എറേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്തത് മെഷർമെന്റ് ഓഫ് റെസിസ്റ്റൻസ് യൂസിങ് പൊട്ടൻഷ്യോമീറ്റർ. അപ്പൊ അൺനോൺ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പൊട്ടൻഷ്യോമീറ്റർ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് കമ്പാരിസൺ. അതായത് സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് നമ്മൾ അൺനോൺ റെസിസ്റ്റൻസ് നമ്മൾ കമ്പയർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ അൺനോൺ ക്വാണ്ടിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ നോൺ ആൻഡ് അൺനോൺ റെസിസ്റ്റൻസിന് അക്രോസ് വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിരിക്കും, നമ്മളത് മെഷർ ചെയ്യും. ആൻഡ് ഒരു റെസിസ്റ്റൻസ് നമുക്ക് അറിയണതായിരിക്കും, സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ്. എന്നിട്ട് അതിൽ നിന്നിട്ട് നമ്മൾ വെച്ചാൽ അൺനോൺ റെസിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു സർക്യൂട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു DC സപ്ലൈ, ഇതാണ് നമ്മുടെ അൺനോൺ റെസിസ്റ്റൻസ്, ആൻഡ് S എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആണ്. ആൻഡ് ഇവിടെ റിയോസ്റ്റാറ്റ് ഉണ്ട്. ആ റിയോസ്റ്റാറ്റ് നമ്മൾ എന്തിനാ കണക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടെ പോകുന്ന കറണ്ടിനെ വേരി ചെയ്യിപ്പിക്കാനാണ് ഈ ഒരു റിയോസ്റ്റാറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ അൺനോൺ റെസിസ്റ്റൻസിനും നോൺ റെസിസ്റ്റൻസിനെ കുറിച്ചുള്ള വോൾട്ടേജ് ഡ്രോപ്പുകൾ നമ്മൾ മെഷർ ചെയ്യും. ഇതാണ് നമ്മുടെ VR ആൻഡ് VS. അത് നമ്മൾ മെഷർ ചെയ്തതിനു ശേഷം നമുക്ക് S എന്ന് പറയുന്ന നമുക്ക് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് നമുക്ക് അറിയണതായിരിക്കും.
and R is the unknown resistance. അപ്പോൾ നമുക്ക് unknown resistance കാണാനുള്ള equation എന്താ? R is equal to VR by Vs into S. അപ്പോൾ ഇത് അങ്ങനെയാണ് നമ്മൾ unknown value നമ്മൾ കണ്ടുപിടിക്കുന്നത്. അടുത്തത് bridges. Bridges എന്ന് പറയുന്നത് നമ്മൾ unknown quantity നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ബ്രിഡ്ജസ് ഉണ്ട്, AC ബ്രിഡ്ജ് ഉണ്ട്, DC ബ്രിഡ്ജ് ഉണ്ട്. അതിൽ DC ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് മെഷർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഫോർ എക്സാമ്പിൾ കെൽവിൻസ് ബ്രിഡ്ജ്, വീറ്റ്സ്റ്റൺസ് ബ്രിഡ്ജ് ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി AC ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇൻഡക്ടൻസും കപ്പാസിറ്റൻസും ആയിരിക്കും. അതായത് AC ക്വാണ്ടിറ്റീസ് ആയി നമ്മൾ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് AC ബ്രിഡ്ജസ്. ഒരു എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്, മാക്സ്വെൽസ് ബ്രിഡ്ജ്, ഷെറിങ്സ് ബ്രിഡ്ജ്, അതുപോലെ ഹേസ് ബ്രിഡ്ജ്. അപ്പോൾ DC ബ്രിഡ്ജ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് കെൽവിൻസ് ബ്രിഡ്ജ്. അപ്പോൾ ഇതിന്റെ സർക്യൂട്ട് അറേഞ്ച്മെന്റ് അവിടെ കൊടുത്തിട്ടുള്ള P, Q ആൻഡ് S എന്ന് പറയുന്നത് നോൺ റെസിസ്റ്റൻസ് ആണ്, R ആണ് അൺനോൺ റെസിസ്റ്റൻസ്. അപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ കെൽവിൻസ് ബ്രിഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലീഡ് നമ്മൾ അല്ലെങ്കിൽ ഈ കണക്ഷൻ ഗാൽവനോമീറ്ററിന്റെ കണക്ഷൻ ഉള്ളൂ, അത് M എന്ന് പറയുന്ന പോയിന്റിലാണ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലീഡ് റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആഡ് ആവും. സപ്പോസ് ഈ പോയിന്റ് Nലാണ് കണക്ട് വെച്ചാൽ നമ്മുടെ ഗാൽവനോമീറ്റർ ഈ ലീഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആയിട്ട് ആഡ് ആവും. അപ്പോൾ നമ്മൾ ഈ ഒരു കണക്ഷൻ നമ്മൾ ഇന്റർമീഡിയറ്റ് പോയിന്റ്സ് എവിടെയെങ്കിലും വെക്കും, അതായത് ഈ റെസിസ്റ്റൻസ് R1 ഉം R2 ആയിട്ട് സ്പ്ലിറ്റ് ആവും സച്ച് ദാറ്റ്. അത് മാത്രം പോരാ, എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് റെസിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കണം. R1 ആൻഡ് R2 എന്ന് പറയുന്നത് ഈക്വൽ ആവുന്ന പോയിന്റ്സിലൂടെ നമ്മൾ വെക്കുകയാണ്. ആൻഡ് ആ സമയത്തുള്ള നമുക്ക് എന്താ പ്രിൻസിപ്പിൾ ഓഫ് കമ്പാരിസൺ അനുസരിച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് R is equal to P by Q into S. ഇതാണ് നമ്മുടെ ഇക്വേഷൻ അൺനോൺ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനുള്ളത്. അടുത്തത് കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്. കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ് എന്ന് പറയുന്നത് കെൽവിൻസ് ബ്രിഡ്ജിന്റെ ഒരു മോഡിഫിക്കേഷൻ ആണ്. അതായത് ലോ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ സർക്യൂട്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അപ്പോൾ ഇവിടെ നമുക്ക് ഗാൽവനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ കാണിക്കുന്ന സമയത്ത് എന്താ സീറോ കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യാം. അപ്പോൾ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ P-നെ അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പും, അതായത് AB എന്ന പോയിന്റിലുള്ള അതിനെ അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പും, അതുപോലെ AMD എന്ന് പറയുന്ന പോയിന്റിലുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മുടെ ബാലൻസ്ഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് നമുക്ക് അൺനോൺ ക്വാണ്ടിറ്റി R കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് P by Q into S. ഇനി അടുത്തത് മെഷർമെന്റ് ഓഫ് മീഡിയം റെസിസ്റ്റൻസ്. ഇപ്പോൾ ലെസ് ദാൻ 1 ohm ആയിരുന്നു നമ്മുടെ ലോ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ohm to 100 kilo ohm, അതുവരെയാണ് മീഡിയം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു അറേഞ്ച്മെന്റ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ R ആണ് അൺനോൺ ക്വാണ്ടിറ്റി ആൻഡ് S is the standard resistance, P and Q are the known value of resistance ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കമ്പാരിസൺ അനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെയും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന്റെ ഫോർമുല എന്താ വെച്ച് കഴിഞ്ഞാൽ R is equal to P by Q into S. അടുത്തത് കാരി ഫോസ്റ്റേഴ്സ് ബ്രിഡ്ജ്. ഇപ്പോൾ മീഡിയം റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു സർക്യൂട്ടാണ് കാരി ഫോസ്റ്റേഴ്സ്. അപ്പോൾ ഇത് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിന്റെ ഒരു മോഡിഫൈഡ് വേർഷൻ ആണ്. ഇവിടെയും നമുക്ക് എന്താണ് നൾ ഡിഫ്ലക്ഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സർക്യൂട്ട് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. PQRS R ആണ് അൺനോൺ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ലൈഡ് വയർ ഉണ്ടല്ലോ, അത് മൂവ് ചെയ്യാനനുസരിച്ചിട്ട് നമ്മുടെ ലെങ്ത്തിൽ വ്യത്യാസം വരും അല്ലെ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല അത് കമ്പാരിസൺ അനുസരിച്ചിട്ടാണ്. ഇവിടെ R ആണ് അൺനോൺ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് വെച്ചാൽ P by Q is equal to ആ റേഷ്യോ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഇസ് ഈക്വൽ ടു R plus L1 R by S plus L minus L1 into R. അതിൽ L എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ സ്ലൈഡ് മൊത്തം വയറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. അടുത്തത് മെഷർമെന്റ് ഓഫ് ഹൈ റെസിസ്റ്റൻസ്. ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് മെഗർ, അല്ലെങ്കിൽ മെഗാ ഓമീറ്റർ എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്. എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് മെഗർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു ഹാൻഡ് ഡ്രിവൺ ജനറേറ്റർ ഉണ്ട്, അതായിരിക്കും ആ മെഗറിലേക്ക് ഇപ്പോൾ വേണ്ട സപ്ലൈ പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ബാറ്ററി ആയിരിക്കാം, അതായത് ഇലക്ട്രോണിക് മെഗർ ഉണ്ട്, അതിലൊക്കെ നമ്മൾ ബാറ്ററി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. and it works on the principle of electromagnetic attraction.
നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് അട്രാക്ഷൻ ആണ് അതിന്റെ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു. അതായത് ഒരു കറന്റ് ക്യാരിയിങ് കോയിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ കൊണ്ടുവച്ചാൽ അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പൊ ഈ ഫോഴ്സ് കാരണം ഒരു ടോർക്ക് ഉണ്ടാവണം. ആ ടോർക്ക് കൊണ്ടാണ് നമ്മുടെ പോയിന്റർ റീഡിങ് കാണിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു അറേഞ്ച്മെന്റ്, സർക്യൂട്ട് അറേഞ്ച്മെന്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതൊരു ഹാൻഡ് ഡ്രിവൺ ജനറേറ്റർ ആണ്. ആൻഡ് ഇതൊരു മാഗ്നറ്റിക് ഫീൽഡിന്റെ ഉള്ളിൽ വന്നത് രണ്ട് കോയിലുകൾ നമ്മൾ വെച്ചേക്കുന്നത്, കോയിൽ എ ആൻഡ് കോയിൽ ബി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെസ്റ്റ് ലീഡ് ഉണ്ടല്ലോ, ടെസ്റ്റ് ലീഡ് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ ഇവിടെ ഇൻഫിനിറ്റി ആയിരിക്കും കാണിക്കുക. കാരണം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് പറയുന്നത് ഹൈ ആയിരിക്കും. ഇനി ഈ ടെർമിനൽസിനെ ക്രോസ് നമ്മൾ എന്തിന്റെ റെസിസ്റ്റൻസ് ആണോ മെഷർ ചെയ്യേണ്ടത് നമ്മൾ അതിനെ ക്രോസ് നമ്മൾ കൊണ്ടുപോയി വെക്കുക. അതിനുശേഷം നമ്മൾ ഈ ഹാൻഡ് ഡ്രിവൺ ജനറേറ്റർ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഹൈ ആണെങ്കിൽ ഈ പോയിന്റർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് വന്ന് നിൽക്കും. അഥവാ നല്ല വില കണ്ടക്ടർ ആണ് നമ്മൾ കൊണ്ടുവയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ റെസിസ്റ്റൻസ് എന്തായിരിക്കും, കുറവായിരിക്കും അല്ലെ, കുറവല്ല റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കില്ല. അപ്പൊ അവിടെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ സീറോയിൽ വന്ന് നിൽക്കും. അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. When the generator is not operating, the needle may come to rest at any point on its scale. And is used to measure a high quantity of insulation resistance. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി if the test leads are connected to the line and earth terminals which are open circuited and a hand cranked generator is operated, the needle moves to infinity. നമ്മൾ ആ ഹാൻഡിൽ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, അവിടെ ഇൻഫിനിറ്റിയിലായിരിക്കും റീഡിങ് കാണിക്കും. കാരണം ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഹൈ ആയിരിക്കും. ഇനി ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് മീൻസ് ഇറ്റ് ഈസ് ഹൈ ഫോർ ദ ഇൻസ്ട്രുമെന്റ് ടു മെഷർ. മീൻസ് അവിടെ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമ്മൾ മെഷർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. ഇൻഫിനിറ്റി ആണ് അവിടെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി ഇഫ് ദ ടെസ്റ്റ് ലീഡ്സ് ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ, ആ ലീഡ്സ് നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും, ദ പോയിന്റർ വിൽ ഡിഫ്ലക്ട് ടു 0, ഇൻഡിക്കേറ്റിംഗ് no resistance between the test leads. Types of measure. രണ്ട് ടൈപ്പ് ആണ്, ഹാൻഡ് ഓപ്പറേറ്റഡ് ആൻഡ് ഇലക്ട്രോണിക് മെഗർ. ഇപ്പൊ ഹാൻഡ് ഓപ്പറേറ്റഡ് മെഗറിനെ വെച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇലക്ട്രോണിക് മെഗറിൽ നമുക്കൊരു ബാറ്ററി ഉണ്ടായിരിക്കും, അതായിരിക്കും അവിടെ സപ്ലൈ കൊടുക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ ആ റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ട സംഭവത്തിന് അക്രോസ് നമ്മൾ ആ ലീഡ്സ് കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെസ്റ്റ് പുഷ് ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്യും. അപ്പൊ അത് പ്രസ് ചെയ്യുന്നതനുസരിച്ച് അവിടെ അതിനെക്കുറിച്ച് നമുക്ക് റീഡിങ് കാണിക്കും. ഈ പോയിന്റർ നമ്മൾ റിഫ്ലക്ട് ചെയ്യും. അത് ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഹൈ ആണെങ്കിൽ അവിടെ ഇൻഫിനിറ്റിയിലായിരിക്കും കാണിക്കുന്നുണ്ടാവും. ആൻഡ് അവിടെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സീറോ റീഡിങ് കാണിക്കും. സോ താങ്ക് യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം.